ഗീതാ ഗോവിന്ദം ഒരു കിഡ്സിൽ എപ്പിസോഡുകളിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗീതു നമ്മുടെ പ്രിയമോളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സകല എന്താ പറയാ അടവും പയറ്റുന്നുണ്ട്. നമ്മുടെ പ്രിയമോളുടെ തങ്ങളുടെ ആ ഒരു ഗീതാ ഗോവിന്ദം ആ ഒരു പ്രണയം ഉണ്ടായിരുന്നത് പ്രിയമോൾ വഴിയാണ്. ഞങ്ങളിപ്പോൾ ഒന്നായി കഴിഞ്ഞു, നിന്റെ ആഗ്രഹം പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രിയയോട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പ്രിയ ഇതൊക്കെ കേട്ട് കരയാൻ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെയാണ് കേട്ടോ. ശേഷം പറയുന്നുണ്ട്, നീ എങ്ങനെയും ജീവിതത്തിലോട്ട് വരണം, നിന്റെ മകനെ നീ തന്നെ നോക്കണം, നിനക്ക് അവന് പാല് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഗീതു നമ്മുടെ പ്രിയമോളെ തിരികെ ആ ഒരു ജീവിതത്തിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മകൻ എൻ്റെ മോനാണ്, നമ്മുടെ മകനായിട്ട് അവൻ വളരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയയെ ഭയങ്കരമായിട്ട് നമ്മുടെ ഗീതു ആശ്വസിപ്പിക്കുന്നൊക്കെ കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അജാസ് വന്നിട്ട് പറയുന്നുണ്ട്, മറ്റേ രാധികാമ്മ കുറെ ഫണ്ട് വേണമെന്ന് പറഞ്ഞ് അവിടെ ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അത് കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മുടെ ഗോവിന്ദിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഓഫീസിൽ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഒറ്റ സൈൻ ഇല്ലാതെ അവിടെ നിന്നും ഓഫീസിൽ നിന്നും ഒറ്റ പൈസ പോലും പുറത്തു പോകരുത്, അത് രാധികാമ്മയല്ല, എൻ്റെ അച്ഛൻ മരിച്ചുപോയ മാധവം വന്ന് ചോദിച്ചാലും കൊടുക്കരുതെന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദിന് മനസ്സിലായി നമ്മുടെ രാധികാമ്മയ്ക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഒറ്റയടിക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷേ ഞാനതിന് സമയം എന്താ പറയുക, ഞാനതിന് മെനക്കെട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ്, പക്ഷേ ഇനി ഞാൻ അതിന് ഇറങ്ങാൻ പോകുകയാണ്, അനാർക്കലി ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ അയ്യപ്പനോടും അജാസിനോടും എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗോവിന്ദ് രണ്ടും കൽപ്പിച്ചാട്ടോ. ഇനി നമ്മുടെ രാധികാമ്മയുടെ കള്ളത്തരം പൊളിയുന്ന നിമിഷങ്ങളും നമ്മുടെ ഗീതു നമ്മുടെ അറയ്ക്കല് ആ ഒരു എന്താ പറയാ ഗോവിന്ദിന്റെ രാജ്ഞിയായി വാഴുന്നതും നമ്മുടെ പ്രിയമോളുടെ കുഞ്ഞ് ആ ഒരു ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും സ്വന്തം കുഞ്ഞായിട്ട് വളരുന്ന നിമിഷങ്ങളൊക്കെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിലേക്ക് നമ്മൾ കാണുവാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.